ബന്ദർ അബ്ബാസ് വിമാനത്താവളത്തിന് സമീപം അമേരിക്ക നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകിയതായി ഇറാൻ. കുവൈറ്റിലെ US വ്യോമത്താവളത്തിന് നേരെ ആക്രമണം നടത്തിയതായാണ് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെടുന്നത്. പ്രാദേശിക സമയം പുലർച്ചെ 4:50ഓടെയാണ് ഇറാൻ ഈ പ്രത്യാക്രമണം നടത്തിയത്. തങ്ങൾ ലക്ഷ്യമിട്ട US വ്യോമത്താവളം ഏതാണെന്ന് ഇറാൻ മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇനി എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനമുണ്ടായാൽ ഇനിയും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് IRGCയുടെ മുന്നറിയിപ്പും മറ്റും ഉള്ളത്. അതായത് ഈ തിരിച്ചടി ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങൾ 2 ദിവസമായി ഇറാനിൽ അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു. ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിനിടെ ഇതിന് തിരിച്ചടിയെയാണ് ഇറാന്റെ ഈ ആക്രമണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. മനു, ഇതിപ്പോൾ സംഘർഷവുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. മധ്യസ്ഥരായി പാകിസ്ഥാനും തുർക്കിയും ഒമാനും മറ്റും ഇടപെട്ട പശ്ചാത്തലമൊക്കെയുണ്ട്. സമാധാനത്തിന്റെ കരട് രേഖകളൊക്കെ തയ്യാറായി എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നതിനിടയിലാണ് ഇത്തരമൊരു ആക്രമണം, പരസ്പര ആക്രമണ പ്രത്യാരോപണങ്ങൾ പുരോഗമിക്കുന്നത്. ഇതെന്ത് സമാധാനമാണ് ഈ മേഖലയിൽ ഉണ്ടാക്കുക? രഞ്ജിത്ത്, ഇപ്പോൾ അത് സംബന്ധിച്ച് IRGCയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. ഇറാൻസ് റവല്യൂഷണറി ഗാർഡ് കോർ ഒരു കാര്യം വ്യക്തമാക്കുന്നത്, ഈ പ്രദേശത്ത് ഇസ്രായേൽ പൂർണ്ണമായി തകരുന്നതുവരെ ഒരു കാരണവശാലും സമാധാനം ഉണ്ടാകുമെന്ന് അവർ കരുതുന്നില്ല എന്ന് വ്യക്തമാക്കുന്നു. ട്രംപിൻ്റെ ഒരു സമാധാനത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് കൊലപാതകവും അതുപോലെ ഈ ഭീകരവാദവും ഒക്കെയാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല. അതിനെതിരെ ശക്തമായ ഒരു പ്രതികരണം നടത്തും എന്ന ഒരു നിലപാടാണ് IRGC വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ 2 ഹമാസ് കമാൻഡർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ലിബറേഷൻ ഓഫ് പാലസ്തീൻ ഒരു വലിയ ഘടകമായി അവിടെ നിൽക്കുന്നു. ഇസ്രായേലാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന ഒരു നിലപാട് ഈ റവല്യൂഷണറി ഗാർഡ് കോർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ കനത്ത ഭാഷയിലുള്ള മറുപടി നൽകും എന്ന് തുടരെ വ്യക്തമാക്കുന്നു. ഈ അമേരിക്ക ഇനി ആക്രമണം തുടരുന്ന ഘട്ടങ്ങളിലെല്ലാം ഫേം റെസ്പോൺസ് എന്ന വാക്കാണ് പ്രയോഗിച്ചിരിക്കുന്നത്. സീപാപ് ന്യൂസ് വെബ്സൈറ്റിൽ നൽകിയ ഒരു പ്രതികരണത്തിലാണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണ് ഈ ഗാർഡ് കോറിൻ്റെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം വന്നിരിക്കുന്നത്.